വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ്, മൈ യൂട്യൂബ് ചാനൽ. രാവിലെ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ദോശയ്ക്കരയ്ക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞാൻ മാവ് വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെ ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതാണ് പതിവ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ട മാവ് ഒരുമിച്ച് അരച്ചിട്ട് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. അപ്പോൾ ഉഴുന്ന് ആദ്യമേ തന്നെ ഇവിടെ ഉഴുന്ന് നന്നായിട്ട് ആട്ടിയെടുത്തിട്ടുണ്ട്. പച്ചക്കറികളെ കുറിച്ച് പറയുകയാണെങ്കിൽ സന്തോഷമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല പച്ചക്കറികൾ അധികം മായമൊന്നും ചേർക്കാതെ നല്ല കായ്കളാണ് കിട്ടാറുള്ളത്. അപ്പം ഇവിടെ അടുത്ത് തന്നെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കൃഷി ചെയ്തിട്ട് അവരും കീരയാണെങ്കിലും ഇങ്ങനെ വാഴയ്ക്ക ഇതൊക്കെ അടുത്ത് കൃഷി സ്ഥലങ്ങളിൽ നിന്നും അവർ എടുത്ത് കൊണ്ടുവന്ന് അടുത്തുള്ള വീടുകളിലൊക്കെ വിൽക്കാറുണ്ട്. അപ്പോൾ അതെന്തായാലും പക്ഷേ തക്കാളിയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സൈസ് ചെറുതായിരിക്കും, ആണെങ്കിൽ അത് നല്ല മായമൊന്നും അധികം ചേർക്കാതെ അവർ നമുക്ക് അവിടെ ചെന്ന് നോക്കുകയും ചെയ്യാം. നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസ് കിട്ടുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത്. ഇതും ഞങ്ങൾ ഈ കോവൈ പഴമുതിർ നിലയത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അവിടെ വന്ന് നമ്മുടെ കേരള പച്ചക്കറികളൊക്കെ കിട്ടും. കൂർക്കയുണ്ട്, പിന്നെ ഈ ചുവന്ന കീര, അതൊക്കെ ഇവിടെ എല്ലാ മരച്ചീനിയും ഒക്കെ കിട്ടാറുണ്ട്. സാധാരണ അടുത്തുള്ള കടകളിൽ വന്നിട്ട് നമുക്ക് ഈ കേരളത്തിൽ മാത്രമായിട്ടുള്ള തനതായ മലക്കറികളൊന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ കൂർക്കയൊക്കെ കിട്ടണമെങ്കിൽ ഈ പഴമുതിർ നിലയത്തിൽ നിന്ന്, അതും ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ വളരെ ഫ്രഷാണ്. അപ്പോൾ അതിൻ്റെ വാസന കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ഫ്രഷായിട്ടുള്ള വാസനയാണ് ഈ മലക്കറികൾ കൊണ്ടുവരുമ്പോൾ. മാത്രമല്ല ഇവർ വന്നിട്ട് ഇപ്പോൾ നമ്മൾ 1 കിലോ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിലും ഈ 1 കിലോ 200 ഗ്രാമൊക്കെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് അങ്ങനത്തെ ഇതായിട്ട് കൃത്യമായിട്ടൊന്നും കണക്ക് നോക്കാറില്ല. അപ്പോൾ നല്ല നല്ല മലക്കറികൾ ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറിനകത്ത് തന്നെ അവർ നമ്മുടെ വീട്ടിൽ ഹോം ഡെലിവറി ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു വിധത്തിലുള്ള എല്ലാ പച്ചക്കറികളും ഈ വളമൊന്നും ഇടാതെ ഓർഗാനിക് ഇത് തന്നെ നമുക്ക് നല്ല രീതിയിൽ, ബീൻസ് ആയാലും ഈ വാഴയ്ക്കയൊക്കെ നല്ല സൈസാണ്. അപ്പോൾ പെട്ടെന്ന് വേകുകയും ചെയ്ത് ഇത് വന്നിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പാൽ, അപ്പോൾ ഈ ദോശ പരുവത്തിലാണ് ഉണ്ടാക്കുന്നത്. കാരണം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതും കുറുമായും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ വന്നിട്ട് ഈ ഞായറാഴ്ച അടുത്തുള്ള ഒരു ടാറ്റയുടെ ഷോറൂമിൽ ഒരു ഇലക്ട്രിക് ഇതിൻ്റെ SUV, ഹസ്ബൻഡ് SUV ഓടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ വന്നിട്ട് ഹാരിയറിൻ്റെ ഇലക്ട്രിക് മോഡൽ വന്നിട്ടില്ല. അപ്പോൾ അത് താമസിയാതെ അവർ ലോഞ്ച് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഷോറൂമിൽ അത് നോക്കാനായിട്ട് പോയതാണ്. അപ്പോൾ ഇതുവരെ ഹാരിയറിൻ്റെ ഡീസൽ വണ്ടിയൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് അധികം താമസിക്കാതെ തന്നെ അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ, കാരണം ഇലക്ട്രിക് ഇത് വന്നതിന് പിന്നെ പെട്രോൾ ബങ്കിലൊക്കെ കയറിയിട്ട് തന്നെ ഏതാണ്ട് 1 കൊല്ലത്തിന് മേലെയായി. അപ്പോൾ നമുക്ക് ഈ ചാർജിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണൊക്കെ ചെയ്യുന്നത് പോലെ ഇന്ധനമൊക്കെ വളരെ വില പോകുന്ന ഇതിൽ വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് ഈ ഓടാനായിട്ട് പറ്റും. അപ്പോൾ ഹസ്ബൻഡിനും മോളിനൊക്കെ ഇങ്ങനെ വീഡിയോയിൽ വരാനായിട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരെ ഞാൻ ഏതാണ്ടൊന്ന് ഹൈഡ് ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ ഒരു റൈഡിനൊക്കെ ഞായറാഴ്ച എല്ലാ ആഴ്ചയിലും പോകാറുള്ളത് പോലെ. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഫ്ലാറ്റുകളൊക്കെ കെട്ടുമ്പോഴേക്കും അത് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഇലൂമിനേറ്റ് ചെയ്തൊക്കെ രാത്രിയിലൊക്കെ ഈ ബൾബൊക്കെ കാണാൻ, കളർ ഇലൂമിനേഷനൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അതുപോലെ ഹൈവേയും തന്നെ വളരെ രസമാണ്. അതിലേക്കൂടെ വന്നിട്ട് ഈ വലിയ ട്രാഫിക് കാണാറില്ല, നല്ല വീതിയുള്ള റോഡുകളായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ നല്ല വേഗത്തിൽ ഇങ്ങനെ വണ്ടിയിൽ പോകുന്നത് വളരെ നല്ല ഒരു അനുഭവമാണ്. ഇന്ന് പോയതിൻ്റെ യാതൊരു ക്ഷീണവും കാണില്ല. അത് നല്ല, ഇപ്പോൾ വന്നിട്ട് വലുതായിട്ട് അങ്ങ് ചൂട് തുടങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള കാലാവസ്ഥയേക്കാൾ ഇപ്പോൾ ഇവിടെ ചൂട് കുറച്ച് കുറവാണ്. ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും ആയിരിക്കും നല്ലതായിട്ട് ചൂട് കൂടുന്നത്. പിന്നെ ഹൈവേയുടെ ഇരുവശത്തും നല്ല നല്ല വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളും അതിൽ വലിയ പാർക്കുകളും ഒരുപാട് ടവറൊക്കെയുള്ള ഫ്ലാറ്റുകളാണ് സാധാരണ ഇവിടെ കൂടുതലും കാണാറുള്ളത്. അപ്പോൾ അതിൽ തന്നെ അവരുടെ വലിയ പാർക്കുകളും പിന്നെ കഫേയും അങ്ങനത്തെ പല സൗകര്യങ്ങളും, പല ഫ്ലാറ്റുകളിലും ATM പോലുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ
ഉണ്ട്. അതും നടക്കാനുള്ള ഉദ്യാനങ്ങളും. പിന്നെ പൊങ്കാലയുടെ ദിവസം ഞാൻ വന്നിട്ട് ചെന്നൈയിൽ വീട്ടിൽ തന്നെ കുറച്ച് പൊങ്കാല ഉണ്ടാക്കിയിരുന്നു. അപ്പം എൻ്റെ ചേച്ചി, ബഹ്റൈനിലുള്ള ചേച്ചി വന്നിട്ട് ഇപ്രാവശ്യം നേരെ തിരുവനന്തപുരത്ത് വന്നു. ആറ്റുകാലിലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർത്ത് പൊങ്കാല ഇതൊക്കെ നൈവേദ്യം. അമ്പലത്തിനടുത്തുള്ള സ്ഥലം തന്നെ ഞങ്ങളുടെ ഒരു ബന്ധു വീട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് പൊങ്കാല. ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്ന കാലത്ത് ഒരുപാട് തവണ ഞാൻ പൊങ്കാലയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സമയം ഒത്തു കിട്ടാറില്ല. എനിക്ക് പോകാനായിട്ട് വലിയ ആഗ്രഹമാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴേക്ക് പഴയ ഓർമ്മകളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരും. അവർക്ക് പോകാൻ സാധിക്കുന്നവരൊക്കെ വളരെ ഭാഗ്യമുള്ളവരാണെന്നാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്. ആകെ മൊത്തം നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. ഈ പൊങ്കാലിടുന്നവരെയൊക്കെ കാണാനും അതിലൊക്കെ പങ്കെടുക്കാനും പറ്റുകയാണെങ്കിൽ അതിൽ പരം വേറെ ഒരു പുണ്യം കിട്ടാനില്ല. അപ്പോൾ ചേച്ചി പോയതിൻ്റെ കുറച്ച് കാഴ്ചകൾ എന്നോട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും വരും വർഷങ്ങളിൽ ഒന്ന് പോകാൻ സാധിക്കണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം.